الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ റമദാൻ പൂർത്തീകരിച്ച് ശവ്വാലിലേക്ക് കടന്നിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് എഴുതു നമസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ഖുതുബ ശ്രവിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അല്ലാഹു തആല നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങൾക്കും അർഹമായ പ്രതിഫലം തന്ന് നമ്മളെ എല്ലാവരെയും അവൻ്റെ സ്വർഗ പൂങ്കാവനത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഒരായുസ്സിൽ ഒരു റമദാൻ കൂടി ലഭിച്ചിരിക്കുകയാണ്. അനുകൂലമോ പ്രതികൂലമോ എന്ന് ചിന്തിക്കേണ്ടവർ നമ്മളാണ്. ഈ ഭൗതിക സൗകര്യങ്ങളിലല്ല സമാധാനം കൂടി കൊള്ളുന്നത്. മനസ്സ് ആത്മീയമായി ഉണരുമ്പോൾ, ഈ ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, നോമ്പും നോൽക്കുമ്പോൾ, ഖുർആൻ പാരായണം നടത്തുമ്പോൾ, തറാവീഹ് നമസ്കരിക്കുമ്പോൾ, ജമാഅത്ത് നമസ്കാരത്തിൽ സജീവമായി പങ്കെടുക്കുമ്പോഴാണ് മനസ്സിന് കുളിർമയും സന്തോഷവും കിട്ടുക എന്നാണ് ഈദുൽ ഫിത്തറിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. വലിയ ത്യാഗം തന്നെയാണ് നമ്മൾ ഈ നോമ്പിൻ്റെ കാലത്തെടുത്തത്. 10 ഇരട്ടി പ്രതിഫലമാണ് നോമ്പിന് ചെയ്യുന്ന ഓരോ കർമ്മത്തിനുമുള്ളത്. അല്ലാഹു തആല അത് സമ്പൂർണ്ണമായി നമ്മളിൽ നിന്ന് എല്ലാ കർമ്മത്തിൻ്റെയും പ്രതിഫലം സ്വീകരിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, മൽ ബിർ, എന്താണ് പുണ്യമെന്ന ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞ മറുപടി മത്മഅന്ന ഫീ നഫ്സിക്, നിന്റെ മനസ്സിന് സമാധാനമുണ്ടാവുക. അതാണ് പുണ്യം കൊണ്ട് ലഭിക്കുന്ന ഏറ്റവും വലിയ സംഗതി. സമാധാനമുണ്ടോ ഒരു കാര്യം ചെയ്തിട്ട്, ആ കാര്യം ചെയ്തത് പുണ്യമാണ്. ഒരാളെ സഹായിച്ചാൽ, ഒരാളെ ഉപദ്രവിക്കാതിരുന്നാൽ, ഒരാളോട് നല്ല വാക്ക് പറഞ്ഞാൽ, ഒരാൾക്കൊരു ഉപകാരം ചെയ്തു കൊടുത്താൽ അപ്പോഴുണ്ടാകുന്ന സന്തോഷം യഥാർത്ഥത്തിൽ ആ ചെയ്ത പുണ്യത്തിൻ്റെ സന്തോഷമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറ്റൊരിക്കൽ ചോദിച്ചു, മൽ ബിർ, എന്താണ് പുണ്യമെന്ന് ചോദിച്ചപ്പോൾ, അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ് പുണ്യം. പുണ്യമെന്നത് സൽസ്വഭാവമാണ്. പുണ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സൽസ്വഭാവമാണ്. മനുഷ്യൻ്റെ ലക്ഷ്യം തിരിച്ചറിയുക എന്നതാണ് നോമ്പിന് കിട്ടിയ ഏറ്റവും വലിയ പ്രധാനമായ കാര്യം. അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്തു, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്തു, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി തറാവീഹ് നമസ്കരിച്ചു.
അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഒടിഞ്ഞിരുന്നു. അതിൻ്റെ സമാധാനം, അതിൻ്റെ സന്തോഷം പുത്തൻ കുപ്പായത്തിൻ്റെതല്ല, രാവിലെ കുളിച്ചതിൻ്റെതല്ല, പെരുന്നാളെന്ന ആഘോഷത്തെ മനസ്സിൽ വിചാരിച്ചത് കൊണ്ടല്ല, മറിച്ച് ഇബാദത്തെടുത്തതിൻ്റെ സന്തോഷമാണ് നാം ഓരോരുത്തരും അനുഭവിക്കുന്നത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ ആരാധിക്കാനാണ് ഈ മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ചത്. അള്ളാഹു ഏകനാണ്, അവനല്ലാതെ നമുക്കൊരാശ്രയവുമില്ല. അവൻ ജനിച്ചിട്ടില്ല, അവൻ ജനിപ്പിച്ചിട്ടില്ല, അവന് തുല്യരായി ആരുമില്ല. ഈ തൗഹീദിന്റെ സന്ദേശം മനസ്സിലുണ്ടോ, അവന് സമാധാനമുണ്ടാകും. എല്ലാവരും ചേർന്നാലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ ആർക്കും സാധ്യമില്ല. എങ്ങനെയല്ലാതെ? അള്ളാഹു എഴുതി വെച്ചതല്ലാതെ. അള്ളാഹു എഴുതി വെച്ച ഉപകാരങ്ങളെ മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ അത് അള്ളാഹു രേഖപ്പെടുത്തിയതാണ്. വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. എന്തനുഗ്രഹം ജീവിതത്തിലേക്ക് എടുത്തു വെച്ച് നോക്കിയാലും അതിൻ്റെ എല്ലാം ഉറവിടം മഹാനായ സൃഷ്ടാവിൽ നിന്നായിരിക്കും. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. അള്ളാഹുവിൽ നിന്നല്ലാതെ യാതൊരു സഹായവും ലഭിക്കുകയില്ല. ജ്യോത്സ്യനും സിദ്ധനും മന്ത്രവാദിക്കും ഒന്നും വരുത്താൻ സാധിക്കുകയില്ല. ജ്യോത്സ്യൻ പറഞ്ഞതനുസരിച്ച് കൊലപാതകം നടത്തുന്ന ആളുകൾ, സൗഭാഗ്യം ലഭിക്കുമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ, തെറ്റാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക. മനുഷ്യനെ ഇവിടേക്ക് പറഞ്ഞയച്ചത് എന്തിനാണ്? മനുഷ്യനെ പറഞ്ഞയച്ചത് ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. നന്ദി ചെയ്യുന്നവനാണോ നന്ദി കെട്ടവനാണോ എന്നറിയാൻ. അതുകൊണ്ട് തന്നെ ഓരോ അനുഗ്രഹത്തെയും നമ്മൾ വിലക്കെടുക്കുകയും ആ അനുഗ്രഹത്തിന് വേണ്ടി നന്ദി ചെയ്യുകയും ചെയ്യണം. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അന്നത്തെ ദിവസം മഹാസഭ ഒരുമിച്ച് കൂടുമ്പോൾ, ആ ഖിയാമത്ത് നാളിൽ കോടാനുകോടി ജനിച്ച മനുഷ്യന്മാർ മുഴുവൻ ഒരുമിച്ച് കൂടുന്ന ദിവസം എല്ലാവരോടും അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കും, യുവത്വത്തെ കുറിച്ച് ചോദിക്കും, ദീനിന്റെ ഇൽമിനെ കുറിച്ച് ചോദിക്കും, ധനം സമ്പാദിച്ചതിനെ കുറിച്ച് ചോദിക്കും, ധനം വിനിയോഗിച്ചതിനെ കുറിച്ച് ചോദിക്കും. ഇവിടെ അധികം ജീവിതമില്ല, ഇവിടെ അധികം ജീവിതമല്ല. ഈ ജീവിതം വിജയിക്കുമോ പരാജയപ്പെടുമോ? ഫമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. അള്ളാഹുവിനെ ഭയപ്പെട്ടവൻ, ഇച്ഛകളിൽ നിന്നും മാറി നിന്നവൻ, അവനാണ് യഥാർത്ഥത്തിൽ നാളെ പരലോകത്ത് വിജയമുണ്ടാവുക. പരലോകം സത്യമാണ്, വിചാരണ സത്യമാണ്, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. നരകത്തിൽ മനുഷ്യർ മുറവിളി കൂട്ടുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വഹും യസ്തരിഹൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. ഈ അശ്രദ്ധമായ ജീവിതത്തിൽ നമ്മൾ അശ്രദ്ധമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ആയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കണം. അവിടെ നരകത്തിൽ വെച്ചരാ അവർ മുറവിളി കൂട്ടും, ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങളെ നരകത്തിൽ നിന്നും പുറത്തയക്കണമേ. മുമ്പ് ചെയ്തിരുന്ന ഇതിൽ നിന്നും വ്യത്യസ്തമായി ഞങ്ങൾ ജീവിച്ചു കൊള്ളാം. അന്ന് ജീവിതത്തിൻ്റെ ആനന്ദങ്ങളും സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും ആസ്വദിച്ച് ജീവിച്ചപ്പോൾ നരകത്തെക്കുറിച്ച് ആലോചിച്ചില്ല, നരകമോക്ഷത്തെക്കുറിച്ച് ചിന്തിച്ചില്ല, സ്വർഗപ്രവേശനത്തെക്കുറിച്ച് ആലോചിച്ചില്ല. മറുപടി പറയുന്നുണ്ട് അവിടെ ഒരാൾ, അലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ ഫദൂഖൂ ഫമാ ലിൽളാലിമീന മിൻ നസീർ. ആലോചിക്കുന്നവർക്ക് ആലോചിക്കാൻ മാത്രം ആയുസ് നിങ്ങൾക്ക് തന്നില്ലേ? താക്കീതുകാരൻ നിങ്ങളുടെ അടുത്ത് വരികയും അതിനാൽ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. താക്കീതുകാരൻ വന്നിട്ടുണ്ട്. ഈ ഖുതുബ താക്കീതാണ്. യൂട്യൂബിൽ കാണുന്ന ചെറിയൊരു പ്രസംഗം താക്കീതാണ്. നമസ്കാരത്തിൽ തറാവീഹിൽ ഓതിയ ഓരോ ആയത്തും ശ്രദ്ധിച്ചു നിന്നവർക്ക് താക്കീതാണ്. അള്ളാഹു നിരന്തരമായി നമ്മളോട് ഖുർആനിലൂടെ സംസാരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് സംസാരിക്കുന്നു. അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം. ദാഖത്തു അമൽ ഈമാൻ. ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചവരാരാം? മൻ റളിയ ബില്ലാഹി റബ്ബ. അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക. എങ്കിൽ ഖബറിൽ ആരാണ് നിന്റെ രക്ഷിതാവെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു റബ്ബി എന്ന് മറുപടി പറയാൻ സാധിക്കും. വബിൽ ഇസ്ലാമു ദീനൻ, ഇസ്ലാമിനെ ദീനായി അംഗീകരിക്കുക. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി അംഗീകരിക്കുക. പിന്നെ അവന് തെറ്റിപ്പോകേണ്ട ആവശ്യമില്ല. സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരാൾ വിളിച്ചു പറയുമത്രേ, ഇന്നലക്കും തസിഖൂന വലാ തസ്ഖമു അബദ. ഇനി നിങ്ങൾക്ക് രോഗമില്ല, ഇനി നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാന്മാരായി കാലാകാലം ജീവിക്കും. വ ഇന്നലക്കും അൻ തഹ്യൂ ഫലാ തമൂതു അബദ. ഇനി നിങ്ങൾക്ക് മരണമില്ല,
സ്വർഗക്കാരെ ഇനി നിങ്ങൾ കാലാകാലം ജീവിച്ചുകൊണ്ടേയിരിക്കും. വഇന്നലകും അൻ തശിബ്ബു ഫലാ തർഹമു അബദ. ഇനി നിങ്ങൾക്ക് വാർദ്ധക്യമില്ല, നിങ്ങൾ യുവാക്കളായി സ്വർഗത്തിൽ ജീവിക്കും. വഇന്നലകും അൻ തൻഅമു ഫലാ തബ്ഇസു അബദ. നിങ്ങൾക്കിനി ഒരു പ്രയാസവുമില്ല, നിങ്ങൾ നിത്യാനുഗ്രഹത്തിന്റെ സ്വർഗത്തിലായിരിക്കും. 1400-ലധികം വർഷങ്ങളായി സഹാബത്ത് ഖബറിൽ ജീവിക്കുകയാണ്. അവർ നാട്ടിൽ ജീവിച്ചത് എത്രയാ? മാക്സിമം 100 വർഷം. ഇതേപോലെ നമ്മളും മരിച്ചു പോകും. എത്ര കാലം ഖബറിൽ ജീവിക്കും? എത്ര കാലം കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും? ഉയർത്തെഴുന്നേൽപ്പിന്റെ വേദിയിൽ ഹിസാബിന്റെ കാര്യം കാത്ത് എത്രമേൽ നിലനിൽക്കേണ്ടി വരും? എത്ര കാലം നമ്മൾ ഇനിയുള്ള നമുക്കുള്ള റിസൾട്ടായ സ്വർഗത്തിലോ നരകത്തിലോ എവിടെയാണെങ്കിൽ അവിടെ എത്ര കാലം ജീവിക്കും? ഇനി സുദീർഘമായ കാലഘട്ടമാണ്. മരണമെന്ന കവാടത്തിലൂടെ പ്രവേശിക്കുന്ന ഒരാൾ അതോടുകൂടി കുറഞ്ഞ ജീവിതത്തിൽ നിന്നും വലിയ സുദീർഘമായ ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നൊരു ഗൗരവ ബുദ്ധി വേണം. ഇവിടെ ഈ സന്ദർഭത്തിൽ ചിലരോട് പറയാതെ അവസാനിപ്പിക്കുന്നത് ശരിയല്ല. വയോജനങ്ങളോട്, വൃദ്ധന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ കാലഘട്ടത്തിൻ്റെ വലിയ സാക്ഷികളാണ്. മൊബൈലില്ലാത്ത കാലഘട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ട്, പട്ടിണിയുടെ കാലഘട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ട്, പരിവട്ടത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പലരും രോഗികളാണ്. അള്ളാഹു ശിഫയും വലിയ പ്രതിഫലവും പ്രദാനം ചെയ്യുമാറാകട്ടെ. വൃദ്ധന്മാരെ, വൃദ്ധകളെ, നമ്മൾ ഈ അനുഭവിക്കുന്ന മുട്ടുവേദനക്ക്, കാലുവേദനക്ക്, ഷുഗറിന്, പ്രഷറിന് മരത്തിൻ്റെ ഇല പൊഴിയുന്നത് പോലെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ടെന്ന സന്തോഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അത് ലഭിക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്യണം. അപ്പോഴാണ് ആ പ്രതിഫലം നമുക്ക് ലഭിക്കുക. പുതിയ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കണം, പുതിയ തലമുറയെ കുറിച്ച് പഠിക്കണം, പേരക്കുട്ടിയെക്കുറിച്ച് പഠിക്കണം, ഈ ഒരു നാടിനെ കുറിച്ച് പഠിക്കണം. ഉപദേശങ്ങൾ അധികമാവാൻ പാടില്ല. മുതിർന്ന വയസ്സായവർ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരെയും നിയന്ത്രിക്കുന്ന കൺട്രോളിൽ നിന്ന് സ്വന്തം നിയന്ത്രിക്കുന്ന കൺട്രോളിലേക്ക് വന്ന് ഖബറിലേക്കുള്ള പ്രവർത്തനം ചെയ്യുക. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ ഇടപെടുന്നത് ചുരുക്കിക്കൊണ്ടുവരണം. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് മറ്റുള്ളവർ ബുദ്ധിമുട്ടാവുകയും മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ പ്രയാസപ്പെടുകയും ചെയ്യും. ചില 50% കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് മാറ്റിക്കൊടുക്കണം. അല്ലെങ്കിൽ പ്രയാസപ്പെടും, നമ്മളാണ് പ്രയാസപ്പെടുക. എല്ലാ കാര്യത്തിലും, മരുമകളുടെ കാര്യത്തിൽ, പേരക്കുട്ടിയുടെ കാര്യത്തിൽ, പെങ്ങളുടെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും കയറി ഇടപെടുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി ആവശ്യമുള്ളിടത്ത് ഇടപെടുക. ആവശ്യമില്ല ആവശ്യമില്ലാത്തതിൽ നിന്നും വിട്ടുനിൽക്കുന്നവനാണ് മുസ്ലിം. എല്ലാറ്റിലും ഇടപെടാൻ തോന്നും. 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഇടപെടാൻ തോന്നും. അതിൽ നിന്ന് മാറി നമ്മൾ ഖബറിലേക്ക് സമ്പാദിക്കാനായി ഒരു നമുക്കായുസ് തന്നു. നമ്മുടെ കൂടെയുള്ളവർ മരിച്ചുപോയി, ഇനി നമുക്കായുസ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ആയുസ് മഹാപരീക്ഷണമാണ്. കാരണം ആയുസ് നീട്ടിത്തന്നിട്ടും നീ സ്വർഗത്തിലേക്ക് എത്തിയില്ലല്ലോ എന്ന് സ്വന്തത്തോട് പറയുന്ന ഒരു സമയം ഹിസാബിന്റെ വേദിയിലുണ്ടായാൽ പ്രയാസമായിരിക്കും. ദേഷ്യം കുറക്കണം, ആശങ്ക കുറക്കണം, ഇബാദത്തിലേക്ക് തിരിയണം. ഒഴിവ് സമയം നമ്മളെ വഞ്ചിക്കും. പണിയില്ലാത്തവർക്ക് ഒഴിവ് സമയം വളരെ വലിയ പരീക്ഷണമാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കണം. അത്യാവശ്യങ്ങൾ നടക്കുന്നുവെന്ന് സമാധാനിക്കണം. പേരമക്കളുടെ കാര്യങ്ങൾ അവരുടെ മക്കൾ നോക്കട്ടെ. പേരമക്കളുടെ കാര്യങ്ങൾ അവർ കർക്കശമായി പേരമക്കളോട് പെരുമാറുമ്പോൾ പാടില്ലെന്ന് പറയാൻ പാടില്ല. കാരണം കുട്ടികളെ വളർത്തേണ്ടത് മാതാപിതാക്കളാണ്. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വളർത്തിയല്ലോ, ഇനി അവർ വളർത്തട്ടെ. അവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ പേരമക്കൾക്ക് തിന്മക്ക് വളം വെച്ചു കൊടുക്കുന്ന ഒരു ഉപ്പുപ്പയായി, ഉമ്മുമ്മയായി മാറാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം. പള്ളിയോട് കട്ടപ്പെട്ടവരാകണം. കഴിയുന്നവർ ജമാഅത്തിന് പോകണം, വിട്ടുവീഴ്ച ചെയ്യണം, ദാനം നൽകണം. ഇനി നമുക്കിവിടെ കൂടുതലില്ലെന്ന് വിചാരിച്ച് ദാനം ധാരാളമായി നൽകാൻ തയ്യാറാകണം. പാപമോചനം വർദ്ധിപ്പിക്കണം. ഈ ദുനിയാവിനോട് ചെറിയ വിരക്തികൾ വന്നു ചേരണം 60 വയസ്സ് കഴിഞ്ഞാൽ. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. വൃദ്ധന്മാർക്ക് വരുന്ന രോഗമാണത്. ഹുബ്ബുദ് ദുനിയ, ദുനിയാവിനോട് ആർത്തി. കറാഹിയത്തുൽ മൗത്ത്, മരണത്തോട് വല്ലാത്ത ഒരു ഉൾവലിച്ചൽ. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് മാറി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തയ്യാറെടുപ്പെടുത്ത് മുന്നോട്ട് പോകണം. യുവാക്കളോട് പറയാനുള്ളത് പെട്ടെന്ന് മരണം വന്നെത്തും.
പെട്ടെന്ന് സ്ട്രോക്ക് വന്നെത്തും, പെട്ടെന്ന് അറ്റാക്ക് വന്നെത്തും, പെട്ടെന്ന് ആക്സിഡന്റ് സംഭവിച്ച് ICUയിലെ വെന്റിലേറ്ററിൽ ഒന്നിനും കഴിയാതെ കിടക്കേണ്ടി വരും. അതുകൊണ്ട് സുദീർഘമായ ജീവിതമുണ്ടെന്ന് വിചാരിച്ച് സ്വപ്നം കണ്ട് ജീവിക്കണ്ട. നാളെ പരലോകത്തേക്ക് പ്രവർത്തിക്കുമ്പോൾ നാളെ കഴിഞ്ഞാൽ ഞാനില്ലെന്ന് വിചാരിക്കുക. ഇഹലോകത്തേക്ക് സമ്പാദിക്കുമ്പോൾ ഇനിയും 2-3 വർഷം ഇവിടെ ജീവിതമുണ്ടെന്ന് വിചാരിക്കുക. ഇഹലോകത്ത് സമ്പാദിക്കുമ്പോൾ സുദീർഘമായ കാലഘട്ടം കാണുക. പരലോകത്തേക്ക് സമ്പാദിക്കുമ്പോൾ കുറഞ്ഞ കാലത്തിൽ ഞാൻ ഇവിടെ നിന്ന് വിട്ടുപോകേണ്ടി വരുമെന്ന് വിചാരിക്കുക. ജാഗ്രതയിൽ കഴിയണം. 2 വിഭവങ്ങൾ നമ്മളെ വഞ്ചിക്കും: ഒഴിവ് സമയവും ആരോഗ്യവും. എനിക്കെന്തിനും കഴിയുമെന്ന ചോരത്തിളപ്പുണ്ടല്ലോ, വറ്റും. അത് വറ്റിക്കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് മാറുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചൊരത്തിളപ്പ് ഉപയോഗിക്കേണ്ടത് ദീനിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ആണ്. യുവാക്കളെ, നിങ്ങളോട് പറയാനുള്ളത്, ഇനിയും ഉപ്പയുടെയും ഉമ്മയുടെയും ചിറകിൻ്റെ അടിയിൽ ജീവിക്കേണ്ടവരല്ല. ഇത്തിക്കണ്ണികളാകരുത്. സ്വയം അധ്വാനിച്ച് കുടുംബത്തെ നോക്കുക. 2 കുട്ടികളുള്ളവർ, 1 കുട്ടികളുള്ളവർ, കല്യാണം കഴിച്ചവർ, എൻ്റെ വരുമാനം കൊണ്ടാണ് എൻ്റെ ഭാര്യ ജീവിക്കുന്നത്, എൻ്റെ വരുമാനം കൊണ്ടാണ് എൻ്റെ മക്കൾ ജീവിക്കുന്നതെന്ന അഭിമാന ബോധത്തിലേക്കാണ് യുവാക്കൾ എത്തിച്ചേരേണ്ടത്. തിന്മയിൽ അഭിരമിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത്, കുറേ ആളുകൾ തിന്മയിലുണ്ടല്ലോ. 999 ആളുകളെ നരകത്തിലേക്ക് ഇടുമ്പോൾ ഒരാളെ മാത്രമാണ് സ്വർഗത്തിലേക്ക് ഇടുക. ആ ഒരാളാകാൻ കഴിയണം. 1000-ൽ ഒരാളാകാൻ സാധിക്കണം. അതിന് ഈ പോക്ക് പോയാൽ മതിയോ എന്നാലോചിക്കണം. ഈ നമസ്കാരം മതിയോ എന്നാലോചിക്കണം. ഈ ചിന്തയിൽ മുന്നോട്ട് പോയാൽ മതിയോ എന്നാലോചിക്കണം. വസ്ത്രം നന്നാക്കണം, വേഷം നന്നാക്കണം, സമ്പാദ്യം ഹലാലാക്കണം, കാഴ്ചയും കേൾവിയും ചിന്തയും ഹറാമിലേക്ക് പോകാതെ ശ്രദ്ധിക്കണം. ലഹരിക്ക് അടിമപ്പെട്ട ആളുകളെ നമുക്കറിയാം. നമ്മുടെ കൂട്ടുകാരിലുണ്ട്, നമ്മുടെ നാട്ടുകാരിലുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അവരെ കണ്ടുപിടിച്ച് അത്തരക്കാരെ രക്ഷിക്കാനുള്ള കൂട്ടായ്മകൾ രൂപീകരിക്കണം. സംഘം ചേർന്ന് ജമാഅത്തിനെത്തണം. സുബഹിന്, അസറിന്, മഗ്രിബിനൊക്കെ പുറത്തുവിട്ടാൽ ഒരു 4 ചെറുപ്പക്കാർ, 5 ചെറുപ്പക്കാർ, 10 ചെറുപ്പക്കാർ പുറത്തുനിന്ന് സംസാരിക്കുന്ന ഒരു കൺകുളിർമയുള്ള കാഴ്ച ഉണ്ടോ? ആ ജുമാക്ക് ശേഷമുള്ള ആ കാഴ്ചയല്ലാതെ. ഇതാ സുബഹി ജമാഅത്തിന് വന്നിരുന്നു, ഇന്ന് വന്നോ? ഇനി നാളെ എന്തായിരിക്കും? ജമാഅത്ത് റമദാൻ കഴിഞ്ഞാൽ നിർത്താനുള്ളതെന്ന് മനസ്സിലാക്കണം. പുതുതായി കല്യാണം കഴിച്ച ദമ്പതിമാർ ശ്രദ്ധിക്കണം. ജീവിതം തർക്കിച്ചു തീർക്കാനുള്ളതല്ല. ഭാര്യ തർക്കിക്കുക, ഭർത്താവ് തർക്കിക്കുക എന്നതല്ല ജീവിതം. ആദരിച്ച്, സ്നേഹിച്ച്, ബഹുമാനിച്ച് ആനന്ദിക്കാനുള്ളതാണ്. ഭർത്താവ് ഭാര്യയുടെ ഗുണങ്ങൾ ചിന്തിക്കണം, ഭാര്യ ഭർത്താവിൻ്റെ ഗുണങ്ങൾ ചിന്തിക്കണം. സന്തോഷിക്കണം, പുഞ്ചരിക്കണം, ആനന്ദിക്കണം, ആഹ്ലാദിക്കണം. 9ാം ക്ലാസ്സിൽ നിന്ന് കല്യാണം കഴിച്ച 2 ദമ്പതിമാരെ കാണുമ്പോൾ അവരെത്ര സുന്ദരമായിട്ടാണ് ജീവിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കും. അന്ന് കല്യാണത്തിൻ്റെ സങ്കല്പം തുടങ്ങും. അന്ന് തുടങ്ങിയ സങ്കല്പം എന്താണോ അത് വർക്കൗട്ട് ചെയ്യാനുള്ള സമയമാണ് വിവാഹശേഷം. ആ വിവാഹശേഷം അതേപോലെ പുഞ്ചിരിച്ച് ആഹ്ലാദിച്ച് ഒരു കാമുകനെ കൊണ്ട് നടക്കുന്നത് പോലെ ഭാര്യയെ, ഭർത്താവിനെ കൊണ്ടു നടക്കാൻ സാധിക്കണം. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. മക്കൾ വഴിതെറ്റാനുള്ള പ്രധാന കാരണം കൂട്ടുകെട്ടല്ല, സ്ട്രെസ്സാണ്. വീട്ടിൽ നിന്ന് കിട്ടുന്ന സ്ട്രെസ്, ജോലി സ്ഥലത്തുനിന്ന് കിട്ടുന്ന സ്ട്രെസ്, അവൻ്റെ കടത്തിൽ നിന്ന് വരുന്ന സ്ട്രെസ്. ലഹരി കടമപ്പെടാൻ ഒരാൾ കാരണം അസ്വസ്ഥത മാത്രം, മാനസിക അസ്വസ്ഥത. അത് ശരിയാക്കാനാണ് എല്ലാ തിന്മയും ചെയ്യുന്നത്. ഒരു ജോലി കഴിഞ്ഞ് വന്നവൻ ഫേസ്ബുക്കിൽ തോണ്ടുന്നുണ്ടെങ്കിൽ എന്തിനു തോണ്ടുന്നു? അവന് റിലാക്സേഷൻ കിട്ടാൻ. തിന്മകൾ മുഴുവൻ റിലാക്സേഷനിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലഹരിയാണെങ്കിലും അഫയർ ആണെങ്കിലും രൂപപ്പെടാൻ കാരണം സ്ട്രെസ്സാണ്. ദീനിലേക്ക് മടങ്ങിയ സ്ട്രെസ് ഉണ്ടാവുകയില്ല. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഹുദ സ്വീകരിച്ചാൽ പിന്നെ ഭയമില്ല, ദുഃഖമില്ല. ഹുദ സ്വീകരിക്കാത്തവന് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയുണ്ടാവും, കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ദുഃഖമുണ്ടായിരിക്കും. മാതൃകകളാവണം മാതാപിതാക്കളും ന്യൂജനായി മാറുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ന്യൂജൻ രക്ഷിതാക്കളാണുള്ളത്. യുവാക്കൾ ശ്രദ്ധിക്കണം. നമ്മൾ ന്യൂജനായാൽ നമ്മുടെ കുട്ടികൾ 10 ഇരട്ടി ന്യൂജനാകും. അവർ ന്യൂജനായതിൻ്റെ എല്ലാ ദുരന്തങ്ങളും നമുക്ക് വലിയ പ്രായമാകുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ന്യൂജനിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ള മാതാപിതാക്കളായി മാറാൻ നമുക്ക് സാധിക്കണം. സ്ത്രീകളോട് പറയാനുള്ളത്, ത്യാഗികളാണ് നിങ്ങൾ ചെയ്യുന്ന ത്യാഗത്തിന് ഒരു പുരുഷനെ 1 മാസത്തിന് 1.25 ലക്ഷം ശമ്പളം തന്നാലും നിങ്ങൾ വീട്ടിലെടുക്കുന്ന, നിങ്ങൾ കുടുംബത്തെ മാനേജ് ചെയ്യുന്നതിന് തുല്യമാവുകയില്ല. അത്രയും വലിയ ത്യാഗികളാണ്.
നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അങ്ങേയറ്റം നിയ്യത്ത് വെക്കണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഓരോ പ്രവർത്തനവും നിയ്യത്തനുസരിച്ചാണ്. ഒരു ഗ്ലാസ് കഴുകുമ്പോൾ, ഒരു പാത്രം എടുത്ത് ഭക്ഷണം വിളമ്പുമ്പോൾ, ഇതൊക്കെ ദീനിന്റെ പേരിലാണ് ഞാൻ ചെയ്യുന്നത്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനാണ് ഭർത്താവിനെ സേവിക്കുന്നത്, കുട്ടികളെ സ്നേഹിക്കുന്നത് എന്ന ഒരു വികാരത്തിലേക്ക് വരണം. സ്ത്രീകളെ, നിങ്ങളാണ് കൂടുതൽ നരകത്തിലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നാവിനെ അടക്കാത്തതാണ് കാരണം. ഭാര്യ ഭർത്താവിനെ പറയും, ഭർത്തുമാതാക്കൾ മരുമക്കളെ പറയും, മരുമക്കൾ അവരുടെ വീട്ടിലെ നാത്തൂനെ പറയും, നാത്തൂൻ മറ്റൊരു വീട്ടിലെ മരുമകളെ പറയും. ഇങ്ങനെ ചെയിനായിട്ട് ഈ തിന്മ ചെയ്ത് മുന്നോട്ട് പോകുന്നു. യസ്സിറു, നിങ്ങൾ എളുപ്പമുണ്ടാക്കണം. വലാ തുഅസ്സിറു, നിങ്ങൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ബശ്ശിറു, നിങ്ങൾ സന്തോഷപ്പെടുത്തണം. വലാ തുനഫിറു, നിങ്ങൾ വെറുപ്പിക്കരുത്. വീട്ടിലുള്ള ഉമ്മമാർ മരുമക്കളെ വെറുപ്പിക്കരുത്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ നോക്കുന്ന മരുമകളോടാണ് ഏറ്റവും കൂടുതൽ ചാടിക്കയറുക. എന്നാൽ എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്യുന്ന ഒരു മരുമകൾ അല്ലെങ്കിൽ ഒരു മകൻ അവനോട് നല്ല നിലക്ക് പെരുമാറും. നെഞ്ചു പൊട്ടുകയാണ് ഈ മാതാപിതാക്കൾ നോക്കുന്ന മരുമക്കൾക്ക്. കാരണം അവർ എത്ര നോക്കിയാലും അവർക്ക് നല്ല ഒരു അഭിപ്രായം അവരോട് പറയുകയില്ല. മറിച്ച് പുറത്തുനിന്ന് വന്നൊരു 500 രൂപ കൊടുത്താൽ, ഒരു 2000 രൂപ കൊടുത്താൽ അതോടുകൂടി ഉമ്മ പുറത്തുള്ള മരുമകൻ്റെ ആളായി മാറി. ദുഷിച്ച ഏർപ്പാടാണത്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ നോക്കുന്നവരെയാണ്. അവരെ പരിഗണിക്കണം, അവരുടെ സൗകര്യങ്ങൾ ആലോചിക്കണം, അവരെ വിരുന്നു പറഞ്ഞേക്കണം, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം. ഉമ്മയും ഉപ്പയും വീട്ടിലുണ്ടെന്ന് വിചാരിച്ച് ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റാത്ത അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്ന മക്കളുണ്ട്. അത് നമ്മൾ ആലോചിക്കണം, അത് ചിന്തിക്കണം. എല്ലാവർക്കും എളുപ്പമുണ്ടാക്കുക, പ്രയാസം വരുത്താതിരിക്കുക, സന്തോഷിപ്പിക്കുക, വെറുപ്പിക്കാതിരിക്കുക. ഇത് മാത്രം ചെയ്താൽ തന്നെ വീട്ടിൽ വലിയ മാറ്റമുണ്ടാകും. കുമാരന്മാരോട്, കുമാരിമാരോട്, കൗമാരക്കാരോട് പറയാനുള്ളത്, മൊബൈലിൽ കാണുന്ന ജീവിതം റിയൽ അല്ല. അതൊക്കെ കോപ്രായങ്ങളാണ്. അവർ കൂട്ടുന്ന കോപ്രായങ്ങൾ മടുത്താൽ അവർ കയറിൽ തൂങ്ങിച്ചാവുകയാണ് യൂട്യൂബർമാർ ചെയ്യുന്നത്. അവർ തിന്മയുടെ വൈതാളികന്മാരാണ്. അവരെ കണ്ടല്ല ജീവിതം പഠിക്കേണ്ടത്, പച്ചയായ ജീവിതം കാണണം. ഉമ്മയുടെ ജീവിതം, ഉപ്പയുടെ ജീവിതം, ജ്യേഷ്ഠന്റെ ജീവിതം, അനുജന്റെ ജീവിതം, അതാണ് ജീവിതം. ആ റിയൽ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തണം. പ്രണയം എന്നത് അള്ളാഹുവിൻ്റെ വെറുപ്പ് ലഭിക്കുന്ന കാര്യമാണ്, മാതാപിതാക്കളുടെ വെറുപ്പ് ലഭിക്കുന്ന കാര്യമാണ്. മുടിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് മുടി വളർത്തിയത്, എങ്ങനെയാണ് മുടി വെട്ടിയത്, യൂട്യൂബിൽ സെർച്ച് ചെയ്യണം, ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. ഏത് രൂപത്തിലാണ് ഇസ്ലാമികമായ മുടിവെട്ടൽ, എന്നിട്ട് ആ ചിത്രമെടുത്ത് ബാർബർക്ക് കാണിച്ചു കൊടുക്കണം. ഇതേപോലെയാണ് മുടിവെട്ടിത്തരേണ്ടത് എന്ന് പറയണം. അതാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം. വേഷത്തിന് ഇസ്ലാമിൽ പ്രാധാന്യമുണ്ട്. മനസ്സ് നന്നായാൽ മതിയില്ലേ? കോലം ഇങ്ങനെയായാൽ എന്താ? ഇല്ല. കോലം നന്നായവനെ മനസ്സ് നന്നാവുകയുള്ളൂ. മനസ്സിൻ്റെ ഉള്ളിലെ കോലക്കെടാണ് മുടിയിൽ കാണുന്നത്, വസ്ത്രത്തിൽ കാണുന്നത്. അങ്ങനെയാണ് മുടി കണ്ടാൽ അറിയാം മനസ്സെന്താണെന്ന്. എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ മുടി, വസ്ത്രം, അതേപോലെ സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന കുമാരിമാരോട് പറയാനുള്ളത്, ഈ ലിപ്സ്റ്റിക് എന്നത് മെർക്കുറിയാണ്. ഉള്ളിൽ ചെന്നാൽ കിഡ്നി പോവും. പണ്ട് ചുവന്ന തെരുവുകളിൽ വേശ്യാലയത്തിൽ പോകുന്ന പെണ്ണുങ്ങൾ മാത്രം ഇട്ടിരുന്ന പുട്ടിയും ലിപ്സ്റ്റിക്കും എങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങി? കച്ചവടമാണത്, കച്ചവടം. അതിൽ പെട്ടുപോയാൽ അതില്ലാതെ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. അങ്ങനെ ജീവിക്കുന്നവരെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സുഗന്ധം പൂശി പുറത്തിറങ്ങുന്ന പെണ്ണിനെ കുറിച്ച് ബഹുവസാനിയ, അവൾ വ്യഭിചാരിയാണ്. വ്യഭിചാരത്തിന്റെ ലേബല് കിട്ടണോ? ചെയ്താൽ മതി, ലിപ്സ്റ്റിക് ഇട്ട് പുട്ടിയിട്ട് നടന്നാൽ മതി. അത് ഒരിക്കലും ഇസ്ലാമിന് യോജിച്ചതല്ല. അത് ശ്രദ്ധിക്കണം. പൊന്നുമക്കളോട്, ചെറിയ മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളുടെ സ്വപ്നങ്ങളാണ്, നിങ്ങൾ കിളിർത്തു വരുന്ന സ്വപ്നങ്ങളാണ്. വേനലവധിയാണ് വരുന്നത്. മാതാപിതാക്കളെ അനുസരിച്ച് മുന്നോട്ട് പോവുക, ടൈം ടേബിൾ ഉണ്ടാക്കുക, എന്നിട്ട് ജീവിക്കുക. വെറും വെയിലും കളിയും മാത്രം, രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരാം, ഉച്ചക്കുള്ള ഭക്ഷണമല്ല, അതേപോലെ വെള്ളമില്ല, ആകെ പ്രയാസപ്പെട്ടു വരുമ്പോൾ ഉമ്മ ചീത്ത പറയുമ്പോൾ സ്നേഹത്തിൻ്റെ ഭാഗമാണത്, കരുതലിൻ്റെ ഭാഗമാണത്.
ജീവിതത്തിൽ നിങ്ങളല്ലാതെ വേറെ ഒരു പച്ചപ്പ് ആ മാതാപിതാക്കളില്ല. വീട്ടിലും വൃത്തിയിലും വായനയിലും ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളിലും ഇടം കാണണം. വേനലിൽ നടക്കുന്ന മതപഠന കാര്യങ്ങളിലേക്ക് അതിലേക്ക് മക്കളെ പറഞ്ഞയക്കണം. മതപഠനമായ സംബന്ധമായ ക്യാമ്പുകളും പരിപാടികളും നടക്കുമ്പോൾ അതിലേക്ക് മക്കളെ പറഞ്ഞയക്കണം. കാരണം എന്താ, ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായാൽ, ഒരു സാമ്പത്തിക ഭദ്രതയുണ്ടായാൽ തീരുന്നതല്ല മക്കളെ വളർത്തൽ. മറിച്ച് പരലോകത്ത് സ്വർഗത്തിലെ മഈശത്ത്, പരലോകത്ത് സ്വർഗത്തിലെ മഈശത്ത്, അതാണ് മാതാപിതാക്കൾ മക്കൾക്ക് നേടിക്കൊടുക്കേണ്ടത്. അല്ലാതെ ഈ ലോകത്ത് ഖബർ വരെ പോകാനുള്ള ടൈൽസ് ഇട്ട വീടല്ല, ഖബർ വരെ പോകാനുള്ള കുഷ്യനിട്ട കാറല്ല. മറിച്ച് നാളെ പരലോകത്തനന്തമായി ജീവിക്കുന്ന ആ സ്വർഗത്തിൽ ഒരിക്കലും രോഗം വരാത്ത, ഒരിക്കലും മരണമില്ലാത്ത, ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ലാത്ത ആ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം, അവിടെയുള്ള ഉപജീവനം, അവിടെ സാമ്പത്തികമായ ഭദ്രത, അവിടെയുള്ള അനുഗ്രഹങ്ങളുടെ ഭദ്രതയാണ് യഥാർത്ഥത്തിൽ പാരന്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്. പെരുന്നാൾ ആഘോഷിക്കണം. ജമാഅത്തുകൾ ഇന്നുപോലും നഷ്ടപ്പെടുത്താൻ പാടില്ല. മുതിർന്നവരെയും രോഗികളെയും കുടുംബത്തെയും അയൽവാസികളെയും സന്ദർശിക്കണം. ഭക്ഷണ മര്യാദകൾ പാലിക്കണം. ഭക്ഷണം അമിതമാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമസ്കാരം ഒരു നിലക്കും പാഴാക്കാതിരിക്കണം. ആഘോഷത്തിൽ ഒരിക്കലും ഹറാമ് കലരാൻ പാടില്ല. ഹറാമ് കലരുന്നതോടുകൂടി ആഘോഷത്തിൻ്റെ എല്ലാ നിറങ്ങളും കെട്ടടങ്ങും. ഈ നോമ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ പ്രതിഫലങ്ങളും നശിപ്പിച്ച് കളയുന്ന ആഘോഷങ്ങൾ നമ്മിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹുവിനെ അനുസരിക്കുക. മൻ റളിയ ബില്ലാഹി റബ്ബ വബിൽ ദീന വബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ഈ ഒരു ആദർശത്തിൽ, ഈ ഒരു കാര്യത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുക. അങ്ങനെ ഉറച്ചുപോയി മുന്നോട്ട് പോകാനുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനുമുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. എത്ര കാലം ഇനി ഇവിടെ ആയുസ്സുണ്ടെന്നറിയില്ല. ഉള്ള ആയുസ്സിൽ സ്വർഗത്തിലേക്ക് വേണ്ടി എമ്പാടും ചെയ്ത് മടങ്ങിപ്പോകുന്ന ആളുകളുടെ കൂട്ടത്തിലാവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തആല അതിന് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم. ربنا تقبل منا إنك أنت السميع العليم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.